വീണ്ടും ഒരു അവധിക്കാലത്ത്, അതായത് ഈദ് ഹോളിഡേയ്സ് 3 ഡേയ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഹോളിഡേയ്സിൽ നമ്മൾ എവിടെയെങ്കിലും പോകാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഡോൾഫിൻ വാച്ച് കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കടലിൽ ഇങ്ങനെ അഡ്വെഞ്ചറായിട്ട് പോകുന്ന കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഡോൾഫിനെയും കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. രാവിലെ ഏകദേശം ഒരു 6 മണിയോടുകൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ നന്നായിട്ട് സൂര്യൻ ഉദിച്ച് നല്ല ഉച്ചയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ചൂട് കൂടിക്കൂടി വരുന്ന കാലാവസ്ഥയാണ്. അപ്പോൾ പുറത്ത് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവും. വെറുതെ നിന്നാലാണെങ്കിലും നമ്മൾക്ക് നല്ല പോലെ ചൂടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഇറിറ്റേഷനൊക്കെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫേസൊക്കെ ഡള്ളാവുക, അതേപോലെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, ലിപ്സ് ഭയങ്കര ഡ്രൈ ആവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യാത്രയിൽ പോകുമ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ലൈഫിൽ ആദ്യമായിട്ട് കടലിൽ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഡോൾഫിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ത്രില്ലടിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മളിതാ മത്രയുടെ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഈ ഒരു ഡോൾഫിൻ വാച്ചിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോവുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ പോകുമ്പോഴും ഈ മലകളൊക്കെ എപ്പോഴും നമ്മളുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടും അപ്രത്യക്ഷമായും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിഗ്നൽ കഴിഞ്ഞ് ആ ഒരു ഹില്ല് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ഡോൾഫിൻ വാച്ചിൻ്റെ ഏരിയ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പറ്റുമേ. ശരിക്കും നമ്മൾ വേറൊരു അത്ഭുത ലോകത്ത് പോയ ആ ഒരു പ്രതീതിയാണ് കേട്ടോ എനിക്ക് ഈ ഒരു യാത്രയിലുടനീളം എനിക്ക് സംഭവിച്ചത്. ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾക്ക് പോവേണ്ടത്. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു പോയിന്റിലേക്ക്, അതായത് ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ചൂടുണ്ട്. നമ്മളിവിടെ ഏകദേശം ഒരു 7:15 ആയതോടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ആ ഒരു വെയിലെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏകദേശം 11 മണി 11:30 ആ ഒരു സമയത്തെ വെയിലിന് തുല്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളും വലിയ ബോട്ടുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. ദൈവമേ, കടലിലേക്കാണല്ലോ പോകുന്നത് എന്നൊരു ചെറിയൊരു പേടിയും അതോടൊപ്പം തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, പുതുമയുള്ള കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ അനുഭവിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴൊക്കെയുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ത്രില്ലടിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും നിന്നത്. ഏകദേശം 8:15 കൂടി ഈ ഒരു യാത്ര ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ബോട്ടുകളും നമ്മുടെ ഈ സെയിം ടൈമിങ്ങിൽ തന്നെയാണ് കേട്ടോ പാസഞ്ചേഴ്സിനെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ തൊട്ട് ഫ്രണ്ടിലുള്ള ഈ ക്ലിപ്പ് നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ ലൈഫിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഡോൾഫിൻ അങ്ങനെ പകുതി പൊങ്ങിയും മാഞ്ഞും താന്നും ഒക്കെ ആയിട്ട് ഭയങ്കര ഓളത്തിനനുസരിച്ച് ഇങ്ങനെ പോകുന്നതാണ്. എന്തൊരു ഭംഗിയാണല്ലേ, ശരിക്കും നോക്കിക്കോളൂ കേട്ടോ.